ഹായ് ഗെയ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റിയായ ചിക്കൻ കടായി കേട്ടോ. നമ്മൾ കല്യാണത്തിനൊക്കെ കഴിക്കാറില്ലേ, ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ബിരിയാണീൻ്റെ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാറുണ്ട് ചിക്കൻ കടായി. പലരും പല രൂപത്തിലുണ്ടാക്കലുണ്ട്, പക്ഷേ ഇങ്ങനെ എളുപ്പത്തിൽ ടേസ്റ്റിയുമായി ഉണ്ടാക്കാൻ പറ്റിയൊരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. അതിനാണിപ്പോൾ ഞാൻ 1/2 കിലോ ചിക്കൻ നല്ലോണം കഴുകി അതിലേക്കുള്ള മസാലകളൊക്കെ ചേർക്കുന്നുണ്ട്. 2 സവാള, 2 ടീസ്പൂൺ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ്, പിന്നെ വേപ്പിൻ്റെ ഇല, മല്ലിച്ചപ്പ് ഇതും, പിന്നെ 2 തക്കാളി നന്നായി ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വെള്ളമൊന്നും ചേർക്കാതെ ഇങ്ങനെ അരച്ച് കേട്ടോ. ഇതൊക്കെ നമ്മൾ ആദ്യം റെഡിയാക്കി വെക്കുക. ഇവിടെ നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. നിങ്ങൾ വേറെ ഓയിൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിതിൽ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, മുളക് പൊടി, കാശ്മീരി ചില്ലി, ചെറുനാരങ്ങയുടെ നീര്, ഉപ്പ് ഇതൊക്കെ തിരുമ്മി വെച്ച് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ വെച്ചതാട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു, അത് ഈ കാണാനല്ല, എൻ്റെ അടുത്ത് പോയതാണ്. നമുക്കിത് നന്നായി ഒന്ന് വറുത്തെടുക്കട്ടോ. നന്നായി വറുക്കുക എന്ന് പറഞ്ഞാൽ നല്ലോണം വേവിച്ച് അപ്പുറം മറിച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാതും ഇട്ട് കൊടുത്തിട്ടേ നമുക്കൊന്ന് ഒന്ന് തിരിച്ചും മറിച്ചിട്ട് വേവിച്ച. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഗെയ്സ്, നമ്മുടെ ചിക്കനൊക്കെ മസാല ചേർത്തൊക്കെ എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തിട്ടോ. ഇട്ട് കൊടുക്കുമ്പോൾ നല്ലോണം ഫ്ലെയിം കൂട്ടണേ. എന്നിട്ട് ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയ സമയം ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ അടപ്പുകൊണ്ടൊന്ന് അടച്ച് വെച്ചിട്ടേ ഇപ്പോൾ നല്ലോണം വെന്ത് കിട്ടുട്ടോ. എളുപ്പത്തിൽ വേവും ചെയ്യും. പിന്നെ അതിന് നീരൊക്കെ ഇറങ്ങി വന്നിട്ട് അതിൽ നിന്ന് തന്നെ ഒരു നീരിറങ്ങി വരും. ഇവിടെ എണ്ണയിൽ കിടന്നിട്ട് നല്ലോണം തിരിച്ചും മറിച്ചും ഇട്ടുങ്ങാണ്ട് വേവിച്ചണം. നമുക്കൊരു 10 മിനിറ്റ് നേരം വേവിച്ചാട്ടോ. ഒരു അടപ്പുകൊണ്ട് അടച്ചിട്ട് ഇനി ഫ്ലെയിമൊക്കെ ഒന്ന് ചെറുതാക്കിയിട്ടേ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഞങ്ങൾ ചിക്കനിൽ നാരങ്ങ ഒഴിക്കുന്നതിന് പകരം നിങ്ങൾക്ക് വിനാഗിരി വേണമെങ്കിൽ ഒഴിച്ചാൽ, അല്ലെങ്കിൽ തൈര് ഒഴിക്കാം. ഇതൊക്കെ ഒഴിക്കട്ടോ. അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ കാട്ടാം. എന്തൊഴിച്ചാലും ഒരു ടേസ്റ്റിനേക്കാരം. പക്ഷേ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കുമ്പോഴേ നല്ലൊരു ടേസ്റ്റാട്ടോ നമുക്ക് കഴിക്കാൻ. നമ്മൾ കടയിൽ നിന്ന്, നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടൂലേ, അതിലേറെ ടേസ്റ്റാട്ടോ നമ്മൾ ഉണ്ടാക്കുമ്പോൾ. ഞാൻ അപ്പോൾ ഇതിൽ കളറൊന്നും ചേർക്കുന്നില്ല, കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. അത് ചേർത്തപ്പോൾ തന്നെ നല്ലൊരു കൊഴുപ്പും നല്ലൊരു കളറൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, അതൊന്നും എണ്ണയല്ല കേട്ടോ, ഇന്ന് വെള്ളം ഇറങ്ങി വന്നതാണ്. ഇതൊക്കെ വറുത്ത് റെഡി ആകുമ്പോൾ എണ്ണ തെളിയുന്നു. ഇടയ്ക്കൊരൊന്ന് ഇളക്കിങ്ങാണ്ട് പിന്നെ അടച്ചു വെക്കുക. നമുക്കൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ.
അങ്ങനെ ഗേസ് നമ്മുടെ ചിക്കൻ കടായിയിലേക്കുള്ള ചിക്കനൊക്കെ നന്നായി പൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വേഗമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നമ്മൾ സവാളയൊക്കെ ഒന്ന് വാട്ടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ചെറിയ തീയിലൊന്ന് വാട്ടിയെടുത്താൽ മതി കേട്ടോ. പൊടികളൊക്കെ ഇട്ടിട്ട് ചിക്കൻ നല്ലോണം വേവിച്ചണം. ആദ്യം തന്നെ നല്ലോണം വേവിച്ചണം കേട്ടോ. പിന്നെ ഞാൻ അതിൽ കടന്നിട്ട് വേകലൊന്നും ഉണ്ടാവില്ല. മസാല കണ്ട് ചെറിയ തീയിൽ അതിൻ്റെ ഇത് കൈമ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇളക്കേ ചെയ്യുള്ളൂ. പിന്നെ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ എണ്ണയിൽ തന്നെ കേട്ടോ നമ്മൾ സവാള വാട്ടണത്. അപ്പോൾ ഇതിൻ്റെ എണ്ണയാകുമ്പോൾ ഇതിൻ്റെ മണവും അതിൻ്റെ അരവുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ തന്നെയാണ് വാട്ടുകയാണ് സവാള. 2 സവാള അരിഞ്ഞത് അതിൽ നമുക്ക് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം. സവാളയും തന്നെ എളുപ്പം വാടി കിട്ടാൻ ഒന്ന് അടച്ച് വെച്ചിട്ട് ലേശം ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഫ്ലെയിം ചെറുതാക്കിയിട്ട് സവാള അതിൽ കാരണം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയൊന്നും വേണ്ട. ഈ സവാള അവിടെ വെച്ചിട്ട് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പണികളെടുക്കാം. കറി വെക്കണമെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാത്രം കഴിക്കണമെങ്കിലോ ഒക്കെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഫ്ലെയിം എപ്പോഴും ചെറുതാക്കി വെക്കണം കേട്ടോ. ഈ ടിപ്പ് എല്ലാവർക്കും അറിയുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നമ്മളെ സവാളയൊക്കെ ഒന്ന് വഴന്ന് വരട്ടി എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഗേസ് നമ്മുടെ സവാളയൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് കൂടിയും ചതച്ച് അതിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. പേസ്റ്റ് പോലെ ആണെന്നൊന്നുമില്ല, ഒന്ന് ചതച്ചാൽ മതി. പേസ്റ്റ് പോലെ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഒരു 4 പച്ചമുളക്, ഒരു 10 വെളുത്തുള്ളി, ഒരു 5 ചെറിയ ഉള്ളി ഇതൊക്കെ കേട്ടോ ഈ ചതച്ചിക്കണത്. ഇത് നന്നായി എൻ്റെ പച്ചമണമൊക്കെ പോകണം നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. സവാള അത്യാവശ്യം നല്ലോണം വഴന്ന് വരണം കേട്ടോ. ഒരിളം ബ്രൗൺ കളറിലായി കിട്ടണം സവാള. അപ്പോഴതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അങ്ങനെ നമ്മളെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ നല്ലോണം അതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടേ നമുക്ക് ബാക്കിയുള്ള ചേരുവകളും ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ചെറിയൊരു ഗ്രേവിയോടെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ആൾക്കാർ. അങ്ങനെ ഉണ്ടാക്കാറുണ്ട്, പല വിധത്തിലും ഉണ്ടാക്കാറുണ്ട് ചിക്കൻ കടായി. അങ്ങനെ ഗ്രേവിയാക്കി ഉണ്ടാക്കുമ്പോൾ ചിലർക്ക് അങ്ങനെ ടേസ്റ്റ് ആക്കാനും. ഞാൻ അപ്പോൾ ഇതിങ്ങനെ ഫ്രൈ പോലെ ഉണ്ടാക്കിക്കണം കേട്ടോ, ഗ്രേവി ഒന്നുമില്ല. പിന്നെ ചിക്കനിലേ അതിൻ്റെ മസാലയൊക്കെ പിടിച്ചിട്ടേ നല്ലൊരു ടേസ്റ്റാട്ടോ കഴിക്കാനും. ചിക്കനൊക്കെ ഏത് ഇഷ്ടമല്ലാത്തവരും കഴിച്ചു പോകും. പിന്നെ എരിവൊക്കെ കുറച്ചിട്ടാൽ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇതിൽ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചിക്കൻ മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല ഇതൊക്കെ കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഇതിൻ്റെ ഈ എണ്ണയിൽ കിടന്നിട്ട് നല്ലോണം എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുവോളം ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. ചെറിയ ഫ്ലെയിം ആക്കണ്ട, അല്ലെങ്കിൽ കരിഞ്ഞു പോകുള്ളൂ. അങ്ങനെ ഇതൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ആ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ വറുത്തെടുത്ത ചിക്കനേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഇനിയിപ്പോൾ അത് ചിക്കൻ നമ്മൾ ആദ്യം വേവിച്ചതല്ലേ. ഇനിയിപ്പോൾ ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ചാൽ വേണ്ടിയിട്ട് ചെറിയ തീയിൽ 5 മിനിറ്റ് വരെ നമ്മളൊന്ന് അടച്ച് വെച്ചങ്ങാണ്ട് ഇട്ടാൽ മതി. ഈ സമയത്ത് നമുക്ക് കുറച്ച് വേപ്പിൻ്റെ ഇലയും മല്ലിയിലയൊക്കെ ഇട്ട് കൊടുക്കട്ടോ. ഞാനിപ്പോൾ ഞങ്ങളെ വീട്ടിലുണ്ടാക്കിയ മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ലൊരു ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി എണ്ണ നമ്മൾ അരച്ചെടുക്കണമല്ലോ, വെള്ളമൊന്നും ചേർക്കാതെ അത് ഒഴിച്ച് കൊടുക്കാം. അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അതിൽ കടന്നിട്ട് ആ തക്കാളി നല്ലോണം ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ. അതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ട് തക്കാളി ആയി കടന്നിട്ട് നന്നായി ഒന്ന് വെന്ത് വരട്ടെ. ചെറിയ തീയാക്കിയിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ പൊടികളും ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഗ്രേവിൻ്റെ ഒരു മണം നല്ലൊരു മണമാണ്. ഇപ്പോൾ അല്പം ഗ്രേവി വേണമെന്നില്ലവരാണെങ്കിൽ തുള്ളി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ചുടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പോഴത്തേക്ക് എന്നാൽ അല്പം ഒരു ഗ്രേവി ഉണ്ടാവും. ഞാനിപ്പോൾ അത് അങ്ങനെയല്ല, ഞാൻ അങ്ങനെ വല്ലാതെ ഗ്രേവി അല്ല, ഒന്ന് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവും. ചെറിയൊരു ഗ്രേവി ഉണ്ടാവും ചെയ്യും. അങ്ങനെയാണ് ഈ കടായിട്ട്. കുറച്ച് ഗ്രേവി വേണമെന്ന് ആവശ്യമുള്ളവർക്ക് കുറച്ച് തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. അധികം ഒഴിച്ച് കൊടുക്കിയതേ. ഇപ്പോൾ ഉപ്പൊക്കെ അല്ലെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട്, ഉപ്പ് അധികമായാൽ പിന്നെ നമുക്ക് കുറക്കാൻ പറ്റില്ലല്ലോ. പാകത്തിന് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇതൊക്കെ കടന്നിട്ട് ചെറിയ തീയിലേ ഒരു 5 മിനിറ്റ് വരെ ഒന്ന് ഇളക്കി
ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുവോളം ആ തക്കാളിൻ്റെയൊക്കെ ആ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് ചിക്കൻ വറുത്തത് ഇട്ട് കൊടുക്കട്ടോ. അങ്ങനെ ഗേസ് അതൊക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ വറുത്ത് ഇട്ട് കൊടുക്കട്ടോ. ഈ ചിക്കൻ വറുത്തും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയിട്ടേ ചെറിയ തീയിലൊന്ന് ഒരു 5 മിനിറ്റ് മൂടി വെച്ചുകൊണ്ട് നമുക്ക് ഒന്ന് എല്ലാതൊന്നും അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടേ ഒരു 5 മിനിറ്റ് മൂടി വെച്ചാൽ മതി കേട്ടോ. ലാസ്റ്റ് നമുക്ക് കുറച്ച് തക്കാളി സോസും കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. തക്കാളി സോസും കൂടി ഒഴിച്ചുമ്പോൾ അതിൻ്റെ നല്ല കറക്റ്റ് കടായി ചിക്കൻ്റെ ടേസ്റ്റ് വരും. അങ്ങനെ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അതും കൂടി ഒഴിച്ചിട്ട് ഒന്ന് നമ്മളൊരു 5 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും ടേസ്റ്റിയായ എന്താ അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുന്നു. നല്ല ടേസ്റ്റാട്ടോ. ഞാൻ കല്യാണത്തിൽ നിന്നും ഹോട്ടലിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട്, അതിലേറെ ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ടൊമാറ്റോ സോസ് 2 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തോളി. ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്താൽ മതി, അധികം വേണ്ട. ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക നമ്മൾ എങ്ങനെ ഉണ്ടെന്നില്ല. അധികമായാലും മധുരകരം ഒരു പാകത്തിനൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ലേശം ആദ്യം ഒഴിച്ചിട്ടൊന്ന് ഇളക്കി നോക്കുക. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നല്ല കറക്റ്റ് ടേസ്റ്റാണെങ്കിൽ നമുക്ക് ആ ടൊമാറ്റോ സോസ് അധികം ടേസ്റ്റ് പറ്റില്ല, അധികം അതിൻ്റെ ടേസ്റ്റ് പറ്റില്ല. അതൊക്കെ ഒരു പാകത്തിന് അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ ഗേസ് നമ്മുടെ ഏറ്റവും ടേസ്റ്റിയും ചോറിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, നെയ്ച്ചോറിൻ്റെയും ഫ്രൈഡ് റൈസിൻ്റെയും കൂടെ അത് ഉത്തമം കഴിക്കാനും റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി നോക്കി, നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു. വീഡിയോ ഇഷ്ടമായാൽ നമ്മളെന്ന് സപ്പോർട്ട് ചെയ്ത് ആ ബെല്ലൈക്കനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ട് കമൻസൊക്കെ അറിയിക്കൊണ്ട് കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കൊണ്ട് എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. അടുത്തൊരു വീഡിയോയിൽ വരാം. ബായ്.